ഒരു തട്ടിക്കൂട്ട് ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ചിക്കൻ ഞാനിതാ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ കുറച്ച് മല്ലിപ്പൊടിയാണ് കേട്ടോ ആദ്യം ഇട്ട് കൊടുത്തത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. കുറച്ച് തൈര് ഒഴിച്ചിട്ടുണ്ട്. യോഗട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കടുകറ അല്ല, നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്ത് അതിലേക്ക് ഉപ്പിടാൻ മറന്നുപോയി. ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. കൈകൊണ്ട് നന്നായിട്ട് മാറിനേറ്റ് ചെയ്ത് ഏതാണ്ട് ഒരു 1/4 മണിക്കൂർ 1 മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല കാര്യം. ഇതിങ്ങനെ മാറിനേറ്റ് ചെയ്തിട്ട് നേരെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലേക്ക് കയറ്റുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഫോൺ എൻ്റെ കയ്യിൽ നിന്ന് പോയതാണ്. അങ്ങനെ നന്നായിട്ട് മാറിനേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പരിപാടികളിലേക്ക് കിടക്കാം. അതിനായിട്ട് ഞാനിവിടെ സവാള അഥവാ ഉള്ളി ഈ സാധനം എടുത്തിട്ടുണ്ട്. 2 കളറിലിരിക്കണമെന്ന് നോക്കണ്ട, ബ്രൗണും റെഡും 2 ഉള്ളിയും കൂടിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒപ്പം തക്കാളി ഒരു 1.5 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഇത്രയും സാധനങ്ങളെ വേണ്ടൂ കേട്ടോ നമുക്ക്. അതിൽ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ അധികം ഇടാറുണ്ട്. അപ്പോൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഞാനിതുപോലെ ഇടിച്ച് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അരയ്ക്കല്ല ചെയ്യണത്, ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. പക്ഷേ ഇതല്ലാണ്ട് ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞിട്ട് പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ കുനുകുനാന്ന് അരിഞ്ഞിട്ടുള്ളത് ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ. അത് ഏതാണ്ട് കുറച്ചൊരു ബ്രൗണിഷ് കളർ, അതായത് കരിയുന്നതിന് തൊട്ട് മുന്നത്തെ അവസ്ഥയിലേക്കാണ് കേട്ടോ ഞാൻ ആക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം എനിക്ക് ഈ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഈ ഒരു മണവും ഫ്ലേവറും എനിക്ക് നല്ലോണം ഇഷ്ടമാണ്. പിന്നെ ഇത് രണ്ടും നല്ല സാധനം ആയതുകൊണ്ട് അത്യാവശ്യം ഞാൻ എല്ലാ സാധനത്തിലും വെളുത്തുള്ളിയും ഇഞ്ചി ഇടാറുണ്ട്. എന്നിട്ട് നമ്മുടെ അരിഞ്ഞു വെച്ചിട്ടുള്ള സബോള, അത് നന്നായിട്ട്, ഞാൻ സബോള എന്നാട്ടോ പറയും, ചിലർ സവാള എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് വേവിക്കുക വെച്ചാൽ പെട്ടെന്ന് അത് വഴണ്ട് വരും കേട്ടോ. ഇതിൻ്റെ ഒപ്പം തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് നേരത്തെ ഇട്ട് കൊടുക്കാം. ഞാൻ ചിലപ്പോൾ മാത്രമേ ഉപ്പ് അപ്പം തന്നെ ഇടാറുള്ളൂ. ചിലപ്പോൾ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം മാത്രമാണ് കേട്ടോ ഉപ്പിടാറുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് നന്നായി ഒരു പകുതി വേവാവണ സമയത്ത് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് 3ഉം കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് അതുകൂടെ ഇതിൻ്റെ ഒപ്പം ഒന്നിട്ടിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. ഞാനിവിടെ കശ്മീരി ചില്ലിയാണ് മുളക് പൊടി എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എരിവിന് വേണ്ടിയിട്ട് കുരുമുളകിൻ്റെയും അതേമാതിരി പച്ചമുളകിൻ്റെയും എരിവാണ് കേട്ടോ ഇതിൽ കൂടുതൽ നിൽക്കുക. മിക്കപ്പോഴും എനിക്കിവിടെ എൻ്റെ സ്പൈസ് ലെവൽ ഞാൻ അധികം എരിവ് കൂട്ടാത്തൊരാളായിട്ട് മാറിയിട്ടുണ്ട് ഇവിടെ എത്തിയതിന് ശേഷം. അതുകൊണ്ട് തന്നെ മിക്കവാറും നമ്മൾ ഇവിടെ കശ്മീരി മുളക് പൊടിയാണ് എടുക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ നല്ല മുളക് പൊടിയും കശ്മീരി മുളക് പൊടിയും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ എടുക്കാറുള്ളത്. ഇനിയിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ചെറിയൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുള്ളത്. കുറച്ച് മല്ലിപ്പൊടി, അതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി, കശ്മീരി ചില്ലിയാണ്, ഇത് 3ഉം കൂടി നമ്മൾ ഈ ഒരു വഴറ്റി വെച്ചിട്ടുള്ള ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി മിക്സിലേക്ക് അതുകൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ നാട്ടിൽ പറയണ മാതിരി ഈ ഒരു പൊടികളുടെ പച്ചക്കുത്തൊന്ന് മാറി കിട്ടണത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇത് നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സ്മെല്ല് മാറിയിട്ടുള്ളത് അറിയും. ആ ഒരു ടൈമിൽ നമുക്ക് നമ്മുടെ ഈ ഒരു 1.5 തക്കാളി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തക്കാളി കൂടി നമുക്കിതിലേക്കിടാം. എപ്പോഴും ഉള്ളി നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ചിക്കൻ ഇടാൻ നോക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മൾ കറി കഴിക്കുന്ന സമയത്ത് ഈ ഒരു ഉള്ളി നമുക്ക് കടിക്കാൻ കിട്ടില്ല, അത് നന്നായിട്ട് മാഷ്ഡ് ആയിട്ടുള്ള പോലെ ഉണ്ടാവും. അപ്പോൾ തക്കാളി കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യുമ്പോൾ നല്ല പേസ്റ്റ് ആയിട്ടുള്ള പോലെ ആയിരിക്കും കേട്ടോ ഉണ്ടാവുക. ഇതിപ്പോൾ നമ്മൾ നമ്മുടെ എഗ് റോസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന സമയത്തും ഈ ഒരു സെയിം സാധനം ഇങ്ങനെ ഇതാക്കിയിട്ട് കുറച്ച് ഗരം മസാലയുടെ പൊടിയും കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇടുകയാണെങ്കിൽ ഇതിലേക്ക് നമ്മൾ കോഴിമുട്ട പുഴുങ്ങിയിട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു എഗ് റോസ്റ്റ് കൂടി നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് അങ്ങനെയല്ല ചെയ്യണേ, മിക്കവാറും എല്ലാത്തിൻ്റെയും ബേസ് ഒരേപോലെയൊക്കെ തന്നെയാണല്ലോ. അങ്ങനെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇപ്പോൾ ഈ ഒരു നമ്മുടെ ഉള്ളി തക്കാളി മിക്സിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ അതിൽ വെള്ളം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ ഒരു പാത്രം ചെറുതായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പാത്രത്തിലെ വെള്ളം കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് വെള്ളമായിട്ടിരിക്കണത് കേട്ടോ. അപ്പോൾ അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കണത്. ഏതാണ്ട് 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും നിറയെ കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും ചിക്കൻ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കറിവേപ്പില നിറയെ ഇടുക വെച്ചാൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ഇതൊന്ന് കറിവേപ്പില ഒന്ന് പിച്ചിയിട്ടാണ് ഇട്ട് കൊടുക്കണമെന്ന് വെച്ചാൽ കുറച്ചും കൂടി ആ ഫ്ലേവർ കൂടുതൽ കിട്ടും കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിക്കുക. ഞാനിതിൽ വെള്ളം ഒഴിക്കുന്നില്ല. ഇനി നിങ്ങൾക്കിതിൽ വെള്ളം കൂടുതൽ വേണം, ഗ്രേവി വേണം എന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഒരിക്കലും പച്ചവെള്ളം അല്ലെങ്കിൽ ചൂടില്ലാത്ത വെള്ളം ഇതിലേക്ക് ഒഴിക്കരുത്. അപ്പോൾ നമ്മുടെ കറിയുടെ ടേസ്റ്റ് തന്നെ മാറും, ഒരു പച്ചച്ചുവ വരും. അപ്പോൾ എപ്പോഴും
തിളച്ച വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഏതാണ്ട് ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ കറി ഇതാ അവിടെ ചിക്കൻ കറി അല്ലെങ്കിൽ ചിക്കൻ ഗ്രേവി നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചോറിൻ്റെ ഒപ്പം നല്ല ചിക്കൻ കറി, ആഹാ, അടിപൊളി കോമ്പിനേഷൻ ആട്ടോ.